വിദ്യാം ച വിദ്യാം ച യസ്തദ്വേദോ ഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാമൃതമശ്നുതേ. വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ മൃത്യുവേ തരണം ചെയ്തു വിദ്യയാലമൃതാർന്നിടും. ഒരു ഉപനിഷത്ത് വചനം ഉൾക്കൊള്ളുന്ന മന്ത്രമാണ് ഈശാവാസ്യ ഉപനിഷത്തിന്റെ 11ാമത്തെ മന്ത്രം. അതായത് നമുക്ക് എല്ലാവർക്കും സ്വീകരിക്കാവുന്ന വിദ്യയ അമൃതമശ്നുതേ, ഗുരുവിന്റെ ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് SNDP യോഗത്തിന്റെ മുദ്രാവാക്യം തന്നെയാണല്ലോ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടിച്ച് ശക്തരാവുക, അല്ലെ? അപ്പോൾ ഗുരുവിന്റെ ദർശനം തന്നെയാണ് ഗുരു കയ്യൊപ്പിട്ട ആ സംഘടനയിലും ദർശനമായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം വിദ്യയ അമൃതമശ്നുതേ. അത് വളരെ പ്രശസ്തമായ ഉപനിഷത്ത് വാക്യം ഉൾക്കൊള്ളുന്ന മന്ത്രമാണ് 11ാം മന്ത്രം. അപ്പോ ഏത് ഉപനിഷത്തിലാണ് വിദ്യയ അമൃതമശ്നുതേ എന്ന മന്ത്രം വരുന്നത് എന്ന് ചോദിച്ചാൽ ഈശാവാസ്യ ഉപനിഷത്ത് എന്ന അർത്ഥം, എന്ന ഉത്തരം. അതിൽ എത്രാമത്തെ മന്ത്രമാണെന്ന് ചോദിച്ചാൽ 11ാമത്തെ മന്ത്രം. അതെല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ അത് മനസ്സിലാക്കി വെക്കണം. കാരണം അപ്പൊ തന്നെ അറിയാം നമുക്ക് ഈ മന്ത്രത്തിന്റെ പ്രാധാന്യം എത്രയുണ്ടെന്ന്. എല്ലാ മന്ത്രങ്ങളും പ്രാധാന്യമുണ്ട്, പക്ഷെ അതിനകത്തുനിന്ന് ഒരു വരിയിലൂടെ സമ്പൂർണമായ ഒരു ആശയം ഉൾക്കൊള്ളുന്ന വരികളെയാണ് നമ്മൾ സ്ലോഗൻസ് ആയിട്ട് എടുക്കുക, ധ്യേയവാക്യം അല്ലെങ്കിൽ മുദ്രാവാക്യമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതുപോലൊരു വചനമാണ് 4ാമത്തെ വരി. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ധ്യേയവാക്യമായിട്ട് കൊടുക്കാൻ പറ്റിയ, മോട്ടോ ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഉപനിഷത്ത് വാക്യമാണത്. ഇനി ഗുരുവിന്റെ തർജ്ജമ അതില് വിദ്യാവിദ്യകൾ, അവിടെ വിദ്യാവിദ്യകൾ എന്ന് പറയരുത്, വിദ്യ അവിദ്യ. വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ, വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ മൃത്യുവേ തരണം ചെയ്തു വിദ്യയാലമൃതാർന്നിടും എന്നാണ് ഗുരു അത് തർജ്ജമ ചെയ്ത് തന്നിരിക്കുന്നത്. അതിന്റെ പദച്ഛേദം നമ്മൾ പറഞ്ഞു, വിദ്യാം ച അവിദ്യാം ച. 1ാമത്തെ വരി പിരിക്കുമ്പോൾ വിദ്യാം ച അവിദ്യാം ച. യസ്തദ്വേദോഭയം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, എന്നാലും ആരെങ്കിലും പുതിയതായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കും വീണ്ടും കൂടി ഒന്നുകൂടെ പറയുന്നത്, യഹ തത് വേദ ഉഭയം, യസ്തദ്വേദോഭയം. അത് പറയുമ്പോ തെറ്റരുത്. യഹ തത് വേദ ഉഭയം, ഉഭയം, ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ടും. യസ്തദ്വേദോഭയം സഹ. അവിടെ സഹ പറയുമ്പോൾ സായും ഹായും ഉണ്ട്, കൂടെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ സഹപദം ഉപയോഗിച്ചിരിക്കുന്നത്, വിത്ത് എന്നുള്ള അർത്ഥത്തിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൂടെ. ഇനി സായിട്ടൊരു വിസർഗം മാത്രമാണ് ഇടുന്നതെങ്കിൽ സഹ എന്ന് പറയും, അവൻ എന്നാണ് അർത്ഥം. ഇവിടെ അതല്ല, സഹ, രണ്ടും കൂടെ എന്നുള്ള അർത്ഥത്തിലാണ്. സഹ, സഹ എന്നുള്ള വാക്കിനർത്ഥം കൂടെ. യസ്തദ്വേദോഭയം സഹ, യഹ തത് വേദ ഉഭയം സഹ അവിദ്യയാ മൃത്യും തീർത്വ, കടന്നിട്ട് അവിദ്യയാ മൃത്യും തീർത്വ വിദ്യയാ അമൃതം അശ്നുതേ. അതിൽ 3 വാക്കുകളുണ്ട്. വിദ്യയാ അമൃതം അശ്നുതേ, ഇതാണ് മന്ത്രത്തിലെ വാക്കുകൾ. ഇനി ഇതിന്റെ അന്വയം വരുന്നത് യഹ, യഹ, യസ്തദ്വേദോഭയം എന്നുള്ളിടത്ത് യഹ, യഹ വിദ്യാം ച അവിദ്യാം ച. 1ാമത്തെ വരിയിൽ വരുന്നു ആ വാക്കുകളൊക്കെ. യഹ യാതൊരുവനാണോ, വിദ്യാം ച അവിദ്യാം ച, തത് ഉഭയം, തത് ഉഭയം സഹ വേദ. തത് ഉഭയം, രണ്ടിനെയും സഹ വേദ ഒരുമിച്ചറിയുന്നത്. വേദ മീൻസ് ടു നോ, അറിയുക. തത് ഉഭയം എന്ന് പറഞ്ഞാൽ വിദ്യയെയും അവിദ്യയെയും. ഞാൻ വേർഡ് മീനിങ് വേറെ പറഞ്ഞുതരാം, ജസ്റ്റ് ഒന്ന് പറയുന്ന എളുപ്പം എഴുതണ്ട. വേർഡ് മീനിങ് ഓരോ വേർഡിന്റെ അർത്ഥം പറയുമ്പോൾ എഴുതാം നമുക്ക്. അപ്പോ യഹ വിദ്യാം ച അവിദ്യാം ച, യാതൊരുവനാണോ വിദ്യയെയും അവിദ്യയെയും, തത് ഉഭയം
അത് രണ്ടിനെയും വിദ്യാവിദ്യകളെ സഹവേദ ഒരുമിച്ചറിയുന്നത്. രണ്ടിനെയും അറിയണം. സഹ അങ്ങനെ അറിഞ്ഞവൻ, പ്രപഞ്ചത്തെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനതീതമായ പരമസത്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോ പറയാണ് സഹ അവിദ്യയാ മൃത്യും തീർത്തുവ, അവിദ്യ കൊണ്ട് മരണത്തെ കടന്നിട്ട്, അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത്, അതൊക്കെ നമുക്ക് വിശദീകരിക്കാം. അവിദ്യയാൽ മൃത്യുവിനെ തീർത്തുവ തരണം ചെയ്ത്, വിദ്യ കൊണ്ട് അമൃതം അശ്നുതേ, അമൃതത്വത്തെ, ശാശ്വതമായ അവസ്ഥയെ, അനുഭവത്തെ നേടുന്നു. അശ്നുതേ പ്രാപിക്കുന്നു, നേടുന്നു. അപ്പോ അവിദ്യ കൊണ്ട് ജനനമരണ പെരുങ്കടലിനെ കടന്നിട്ട് വിദ്യ കൊണ്ട് അമൃതമായ ശാശ്വതമായ അവസ്ഥയെ എത്തുന്നു. അതാണ് ഈ മന്ത്രം. ഇനി വരുന്ന അങ്ങോട്ടുള്ള മന്ത്രങ്ങളിലെല്ലാം തന്നെ ഒരു 1-2 മന്ത്രങ്ങളിലായിട്ട്, 2-3 മന്ത്രങ്ങളിലായിട്ട് ഈ ആശയം തന്നെയാണ് പറയണത്. അപ്പൊ നോക്കാം നമുക്ക്. യഹ എന്ന് വെച്ചാൽ യാതൊരുവനാണോ. നമ്മൾ എല്ലാ മന്ത്രങ്ങളിലും ഈ വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. യാതൊരു ജീവനാണോ അല്ലെങ്കിൽ യാതൊരു സത്യാന്വേഷിയാണോ. യഹ വിദ്യാം ച അവിദ്യാം ച എന്ന വാക്കിന് ആൻഡ് എന്നർത്ഥം പറയാം. നമ്മൾ ഇംഗ്ലീഷിൽ പറയും മലയാളത്തിലാണെങ്കിൽ ഇവിടെ ച എന്ന് പറഞ്ഞ ആൻഡ്. വിദ്യാം ച അവിദ്യാം ച, വിദ്യയെയും അവിദ്യയെയും. അതൊക്കെ പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലാത്തവർക്കും കൂടി ഒന്ന് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. വിദ്യയെയും അവിദ്യയെയും. വിദ്യാം ച അവിദ്യാം ച. തത് ഉഭയം സഹ, തത് ഉഭയം സഹ. തത് അത് എന്ന് പറഞ്ഞാൽ അതിനെ, ഉഭയം എന്ന് പറഞ്ഞ ബോത്ത്, രണ്ടിനെയും എന്ന് പറഞ്ഞ വിദ്യയെയും അവിദ്യയെയും. തത് ഉഭയം രണ്ടിനെയും, വിദ്യാവിദ്യകളെ, സഹ ഒരുമിച്ച്. ഇവിടെ സഹ എന്ന് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സഹ കൂടെ, ഒരുമിച്ച്. സഹ വേദ ആരാണോ വിദ്യാവിദ്യകളെ ഒരുമിച്ച് അറിയുന്നത് അവൻ എന്നുള്ള അർത്ഥം കൊടുക്കണം അവിടെ കേട്ടോ. ആരാണോ വിദ്യാവിദ്യകളെ ഒരുമിച്ച് അറിയുന്നത് അവൻ. അങ്ങനെയുള്ള യാതൊരുവൻ അവിദ്യ കൊണ്ട്, അതായത് അവിദ്യ കൊണ്ടുണ്ടായ ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന ജനന മരണാദികളെ, അവിദ്യ കൊണ്ട്. അവിദ്യ അതായത് ഈ പ്രപഞ്ചം തന്നെ ഒരു ഇല്ലാത്തതാണല്ലോ, ബ്രഹ്മമാണല്ലോ. ആ ഭ്രമാത്മകതയിൽ ഉണ്ടാകുന്ന ജനന മരണാദികളെ അറിഞ്ഞിട്ട്, പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഞാനും ഉണ്ടായി നിലനിന്നും അറിയുന്നതാണ് എന്നറിയുമ്പോൾ ഇവിടെ ജനന മരണാദികളില്ല. ഒന്നു മാറി മറ്റൊന്നായിട്ട് തുടരുന്നു മാത്രമേ ഉള്ളൂ. ഒന്നു മാറി മറ്റൊന്നായിട്ട് പരിണമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടെ ജനനവും ഇല്ല, മരണവും ഇല്ല. അപ്പോ അത് അറിയണമെങ്കിൽ ഈ പ്രപഞ്ചത്തെ അറിയണം, പ്രപഞ്ചത്തെ പഠിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് ആരോ ഓഡിയോ ഒന്ന് മ്യൂട്ടാക്കണേ. ദീപയുടെ ആണല്ലോ. ഇടയ്ക്ക് ഓണായി പോയാൽ ക്ലാസ് ഇതാവും കേട്ടോ, ബ്രേക്കാവും. നിങ്ങൾ അറിയാതെ ഓഡിയോ മ്യൂട്ടാക്കരുത്. അപ്പോ ആരാണ് അതായത് അവിദ്യ കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ ഭ്രമാത്മകമായ ചിന്തയെ, ഈ പ്രപഞ്ചത്തിലെ ഉണ്ടായി നിലനിന്നും മറയുന്നതാണ് ഇത് എന്നറിയുമ്പോൾ അവിടെ ജനന മരണങ്ങൾ ഒന്നുമില്ല എന്നും ഇത് ഭ്രമാത്മക ചിന്തയാണെന്നും, അതായത് ഒന്നു മാറി മറ്റൊന്നായിട്ട് പരിണമിക്കുക മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. നമുക്ക് ശ്ലോകം വിസ്തരിക്കുമ്പോൾ പറയാം. ഇപ്പൊ ഇത്ര എഴുതുക, ഇത്ര മനസ്സിലാക്കുക. അവിദ്യ കൊണ്ട്, അല്ലെങ്കിൽ അവിദ്യ കൊണ്ടുണ്ടായ ആ ഭ്രമത്താൽ മൃത്യും തീർത്തുക, മൃത്യുവിനെ തരണം ചെയ്തിട്ട്, മരണഭയത്തെ ഇല്ലാതെയാക്കിയിട്ട്. അവിദ്യ കൊണ്ട് മൃത്യും എന്ന് പറഞ്ഞ മരണത്തെ തീർത്തുക കടന്നിട്ട്, വിദ്യ കൊണ്ട്
വിദ്യ കൊണ്ട്, ജ്ഞാനം കൊണ്ട് അമൃതം അശ്നുതേ, ശാശ്വതമായ അമൃതത്വത്തെ അനുഭവിക്കുന്നു. അശ്നുതേ അനുഭവിക്കുന്നു, ശാന്തിയെ, ശാശ്വതമായ അനുഭവത്തെ ആർജിക്കുന്നു, നേടുന്നു വിദ്യ കൊണ്ട്. അപ്പോൾ അതിന് ഗുരു പറയുന്നു, അപ്പോൾ വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവേ തരണം ചെയ്തു വിദ്യയാൽ അമൃതാർന്നിടും. ഇനി നമുക്ക് ഗുരുവിന്റെ തർജ്ജമ ഒന്ന് നോക്കാം. വിദ്യാവിദ്യകൾ, അതായത് വിദ്യയെയും അവിദ്യയെയും. വിദ്യാവിദ്യകൾ എന്ന് പറഞ്ഞാൽ ആ തർജ്ജമയും ഓരോ വേർഡ് വെച്ചുകൊണ്ട് എഴുതിക്കോളും. വിദ്യാവിദ്യകൾ, വിദ്യയെയും അവിദ്യയെയും രണ്ടും കണ്ടറിഞ്ഞവർ. ഉഭയം പറഞ്ഞല്ലേ ഗുരു നമുക്ക് പറഞ്ഞല്ലേ, ഉഭയം യഥാവേദ. വിദ്യയെയും അവിദ്യയെയും രണ്ടും കണ്ടറിഞ്ഞവർ, അതായത് രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കിയവർ. അവിദ്യയാൽ, അവിദ്യയെ അറിഞ്ഞ് മൃത്യുവേ തരണം ചെയ്ത്, മൃത്യു എന്ന് പറഞ്ഞാൽ മരണം, മൃത്യുവേ തരണം ചെയ്ത് മരണത്തെ കടന്നിട്ട് ഈ പ്രപഞ്ചത്തെ അറിഞ്ഞ് മൃത്യുവേ തരണം ചെയ്ത് മരണത്തെ കടന്നിട്ട് വിദ്യയാൽ, വിദ്യയെ അറിഞ്ഞ് അമൃതാർന്നിടും, മരണമില്ലാത്ത സത്യത്തെ പ്രാപിക്കും, ശാശ്വതമായ സത്യത്തെ പ്രാപിക്കും. അപ്പൊ നമുക്ക് ഇതാണ് ഗുരുവിന്റെ തർജ്ജമയുടെ മൂലം തന്നെയാണ് ഗുരു തർജ്ജമ, അങ്ങനെ തന്നെയാണ് ഗുരു തർജ്ജമ ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കാം. വിദ്യാവിദ്യകൾ ഒരുമിച്ചു കണ്ടറിഞ്ഞവർ, അതിന്റെ സാരാർത്ഥം എങ്ങനെ വരും? വിദ്യാവിദ്യകൾ ഒരുമിച്ച് കണ്ടറിഞ്ഞവർ അവിദ്യയെ അറിഞ്ഞ്, വിദ്യാവിദ്യകൾ ഒരുമിച്ചു കണ്ടറിഞ്ഞവർ അവിദ്യയെ അറിഞ്ഞ് മരണത്തെ കടന്ന് വിദ്യയെ അറിഞ്ഞ് മരണമില്ലാത്ത സത്യത്തെ പ്രാപിക്കും. വിദ്യാവിദ്യകൾ ഒരുമിച്ചു കണ്ടറിഞ്ഞവർ അവിദ്യയെ അറിഞ്ഞ് മരണത്തെ കടന്നിട്ട് വിദ്യയെ അറിഞ്ഞ് മരണമില്ലാത്ത സത്യത്തെ പ്രാപിക്കും. ഇതാണ് അതിൻ്റെ തർജ്ജമയുടെ മന്ത്രത്തിന്റെയും സാരാർത്ഥം. ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. വിദ്യാം ച അവിദ്യാം ച എസ്തദ്വേദോഭയം സഹ. വിദ്യാം ച അവിദ്യാം ച എസ്തദ്വേദോഭയം സഹ. അപ്പോൾ ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ മുന്നിൽ രണ്ട് വഴിയുണ്ട്. ശ്രദ്ധിക്കുക, നമ്മുടെ മുന്നിൽ രണ്ട് വഴിയുണ്ട്. അത് ഏതൊക്കെ വഴിയായിരിക്കും? വിദ്യയുടെ വഴിയും അവിദ്യയുടെ വഴിയും. അപ്പോ ഈ രണ്ട് വഴികളുടെയും വ്യത്യാസം മനസ്സിലാക്കിയവര് ഏത് വഴി കൂടെ മാത്രമേ സഞ്ചരിക്കുള്ളൂ? ഈ രണ്ട് വഴിയെ അവിദ്യയുടെ വഴിയെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ. അതായത് നമ്മളിപ്പോ അവിദ്യയെ മാത്രം കണ്ടുകൊണ്ട്, ഈ പ്രപഞ്ചത്തെ മാത്രം കണ്ടുകൊണ്ട്, നമ്മുടെ ശരീരത്തെ കണ്ടുകൊണ്ട് ജീവിക്കണേ. അതിനപ്പുറം ഒരു ശക്തി ഉണ്ടെന്നും അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടതെന്നും അറിയില്ല. അപ്പോൾ ജന്മാന്തരങ്ങളായി ഈ ഒരു ശരീരത്തിൽ വന്നിട്ട് ജനിച്ചും മരിച്ചും ശരീരത്തിലൂടെ കടന്നുപോയി ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വഴികൾ നമുക്കുണ്ടെന്ന് പോലും അറിയില്ലാത്ത മനുഷ്യരുണ്ട്. ഈ എത്രയോ ജന്മം കിട്ടിയിട്ട് എത്രയോ ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണെങ്കിലും, എത്രയോ സമ്പത്തുള്ളവരാണെങ്കിലും, എത്രയോ പദവികളുള്ളവരാണെങ്കിലും ഈ ആത്മീയമായ ജ്ഞാനമില്ലെങ്കിൽ അവര് നേടിയ പദവി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ എന്താണ് പ്രയോജനം? അതാണ് ഗുരു ചോദിച്ചത്. സത്യമാമറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴായിൽ വിദ്യ കൊണ്ട് എന്തിങ്ങുളവാകും പ്രയോജനം? നമ്മൾ നേടുന്ന വിദ്യ, ആ വിദ്യ
ഈശ്വരപാദത്തെ അറിയാൻ സാധ്യമാകുന്നതല്ലെങ്കിൽ നമ്മൾ നേടുന്ന വിദ്യ, എന്തൊക്കെ വിദ്യ ഇവിടെ നേടിയിട്ടും അതുകൊണ്ട് എന്താ പ്രയോജനം? അപ്പൊ ഇന്ന് നേടുന്ന വിദ്യകൾ മുഴുവൻ ഈശ്വരീയത കെട്ടുപോകുന്ന, ഈശ്വരീയതയെ അറിയിക്കാത്ത വിദ്യകളാണ്. അതുകൊണ്ട് തന്നെയാണ് ശാന്തിയും സമാധാനവും സമൂഹത്തിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഏതൊരു നമ്മൾ നേടുന്നതോ നമ്മുടെ കുഞ്ഞുങ്ങൾ നേടുന്നതോ ആയ വിദ്യാഭ്യാസത്തിൽ അവശ്യം ചേർക്കപ്പെടേണ്ടത് ഒന്നാണ് ആധ്യാത്മിക വിദ്യ. അപ്പൊ അത് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന, അതിന്റെ പ്രചാരകരായ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലുമൊക്കെ വേദിയിൽ പറഞ്ഞു കൊടുക്കുന്ന ജിജ്ഞാസുക്കളാണ് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കുഞ്ഞു കൊച്ചിനെങ്കിലും വിളിച്ചിട്ട് ഒരു ഉപനിഷത്തിന്റെ മന്ത്രമൊക്കെ ഒന്ന് പഠിപ്പിച്ച് അതിന്റെ അർത്ഥമൊക്കെ ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുത്താല് അതിലും വലിയ പുണ്യം പിന്നെ നമുക്ക് എന്താ കിട്ടാനുള്ളത്? എത്ര കോടി സമ്പത്ത് കൊടുക്കണതിനേക്കാൾ എത്രയോ ഗ്രേറ്റ് ആണ് ജ്ഞാനം പകർന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് വഴികൾ, ഒന്ന് വിദ്യയുടെ വഴിയും അടുത്തത് അവിദ്യയുടെ വഴിയും. ഈ രണ്ട് വഴികളെയും തിരിച്ചറിഞ്ഞവര് വിദ്യയുടെ വഴി മാത്രമാണ് ശാശ്വതമെന്നറിഞ്ഞ് അതേ സ്വീകരിക്കുള്ളൂ. ഇപ്പൊ അത് സ്വീകരിക്കുന്നവരാണ് ഇപ്പൊ ഇത് കേൾക്കാനായിട്ട് ഓടി ഓടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് അവിദ്യയിൽ എന്തോരം മാർഗങ്ങളുണ്ട്. TV ഒന്ന് തുറന്നാൽ എത്രയോ വിനോദങ്ങൾ കാണാം, എത്രയോ യാത്രകൾ ചെയ്യാം. അതിനൊന്നും പോകാതെ ഇങ്ങനെ കൂടി വന്നിരിക്കുന്ന എന്തുകൊണ്ടാ? ഈ വിദ്യയുടെ വഴിയെ എനിക്ക് ആ വഴി ഉണ്ടെന്നെങ്കിലും എനിക്കൊന്ന് അറിയണം, ആ വഴി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണം, എനിക്ക് അതിലൂടെ ഒന്ന് സഞ്ചരിക്കണം, എനിക്ക് ആ സത്യത്തെ അറിയണം, എൻ്റെ ജന്മശ്രേഷ്ഠത വരുത്തണം. ഇങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇവിടെ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്നത്. ഇനി വിദ്യയുടെ മാർഗം നമ്മൾ സ്വീകരിച്ചാൽ എന്താ നമ്മൾ നേടാൻ പോകുന്നത്? വിദ്യയുടെ മാർഗം നമ്മൾ സ്വീകരിച്ചാൽ, ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു വന്നതാണ്, വിദ്യയുടെ മാർഗം നമ്മൾ സ്വീകരിച്ചാൽ നേടാൻ പോകുന്നത് ഏറ്റവും പരമമായ സത്യമാണ്. സത്യമറിയും. ആ സത്യത്തിലൂടെ നമ്മൾ അമൃതത്വത്തെ പ്രാപിക്കും. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ഈ ജനന മരണ പെരുങ്കടലിൽ പെട്ടുപോകാതെ ആ അമൃതമായ അനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അത് പറയാനല്ലേ ഗുരു മരുത്വമലയിൽ നിന്ന് അരുവിപ്പുറത്തേക്ക് അവതരിച്ചതും ഇറങ്ങി വന്നതും അല്ലെ? അപ്പൊ അതിനെ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ആത്മസ്വരൂപത്തിന്റെ തെളിച്ചയ്ക്കും അനുസരിച്ച് നമുക്ക് ഇതിലേക്ക് മനനം ചെയ്തുകൊണ്ട് കടന്നു പോകാം. അപ്പോ വിദ്യയുടെ മാർഗം സ്വീകരിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നത് സത്യത്തിന്റെ വഴിയാണ്. അത് നമ്മളെ അമൃതത്വത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ അമൃതത്വം നേടലാണ് സകല ജീവികളുടെയും ജീവിത ലക്ഷ്യം. ലക്ഷ്യം മറന്ന് യാത്ര ചെയ്യുന്നവരെ നമുക്കിവിടെ കാണാം. എന്താ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇന്ന് വീണുപോയാൽ ഇന്ന് നഷ്ടപ്പെടുന്ന ഈ ശരീരം വെച്ചുകൊണ്ട് ഒരു നിശ്ചയമില്ലാത്ത, എത്ര നാളിത് ഓടുമെന്ന് പോലും അറിയില്ലാത്ത ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് 100,000 സ്വപ്നങ്ങൾ മെനഞ്ഞുകൂട്ടുന്ന ചിലപ്പോൾ പാവങ്ങളായ മനുഷ്യരാണ് നമ്മളൊക്കെ, അല്ലേ? ഇത് നിയതി ഇതിൽ എന്തൊക്കെയാണ് കരുതി വച്ചിരിക്കുന്നത് പോലും അറിയാതെ തുച്ഛമായ സമയത്തിൽ ഇരുന്നു കൊണ്ട് കിട്ടുന്നത്ര സമയവും നമുക്ക് ഒരു ജോലി ചെയ്യുമ്പോൾ പോലും ഈ സത്യത്തെ ഓർത്തുകൊണ്ട് ചെയ്യാം നമുക്ക്. അതിനാണ് നമുക്ക് മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ഉപനിഷത്തൊക്കെ പറയും, എത്രയോ പേർ, അനേകം പേർ ഈ പരമസത്യത്തെ തിരയും. അതിൽ കുറച്ചു പേർ മാത്രം അതിനെ അറിയും. അതിൽ വിരലിലെണ്ണാവുന്നവർ മാത്രം ആ സത്യത്തെ അനുഭവിച്ച് അതായി മാറും. അനേകം പേർ തിരയും, കുറച്ചു പേർക്ക് മാത്രം ബ്രഹ്മം എന്താണ്, സത്യം എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാകും, ആ വഴിയെ സഞ്ചരിക്കും. പക്ഷേ അതിലും വളരെ കുറവ് പേര് മാത്രമാണ് ആ സത്യമായി മാറുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന ഗുരു ആരാന്ന് വെച്ചാൽ ഈ വിരലിൽ എണ്ണാവുന്ന മഹാഗുരുക്കന്മാരിൽ വെച്ച്, വിരലിൽ എണ്ണാവുന്ന ഋഷിമാരിൽ വെച്ച് അനുഭവധനനായ ഋഷിയുടെ വാക്കുകളാണ് പഠിക്കുന്നത്. അങ്ങനെ പഠിക്കാൻ പറ്റുകയെന്ന് വെച്ചാൽ, ഒരു ഗുരുവിനെ കിട്ടുകയെന്ന് വെച്ചാൽ ആ ഗുരു ആത്മസാക്ഷാത്കൃതനായ ഗുരു ആവുമ്പോൾ എത്ര പുണ്യാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിച്ചു പോലും നോക്കാറില്ല. ഗുരുവിന്റെ കൃതികൾ പഠിക്കുമ്പോൾ ഓരോ മന്ത്രാക്ഷരങ്ങളും എടുത്ത് നമ്മൾ മനനം ചെയ്യുമ്പോൾ അജ്ഞാനികളായ അനുഭവരഹിതരായ നമ്മൾ വിചാരം ചെയ്യുമ്പോൾ ഓർക്കണം, ഇത് അവിടുത്തെ അനുഭവം ഉരുക്കിയെടുത്ത് അക്ഷരങ്ങളായി നിറച്ചു വെച്ചിരിക്കുന്നതാണ്.
അതിൽ കലർപ്പോ മായമോ ഒന്നുമില്ല. ഒരാളുടെ അനുഭവം അല്ല, അത് അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഗുരു ഈ ഉപനിഷത്ത് മന്ത്രത്തെയൊക്കെ കൃത്യമായ അക്ഷരങ്ങൾ വെച്ചുകൊണ്ട്, കൃത്യമായ ആശയങ്ങൾ വെച്ചുകൊണ്ട് ഗുരു നമുക്കതിനെ തർജ്ജമ ചെയ്ത് തന്നേക്കുന്ന ആ രചന കൗശലം, പാടവം, സാമർഥ്യം, എന്താ അതിന് പറയുക, എനിക്ക് പറയാൻ വാക്കില്ല. അതൊന്ന് ആലോചിച്ച് നോക്കും. അത് ഓരോ മന്ത്രവും നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ തന്നെ വല്ലാതെ അത്ഭുതപ്പെട്ടു പോകും. ഭഗവാനെ, ഗുരുവിനെ അറിയണമെങ്കിൽ നമുക്കിനി എത്ര ജന്മം വേണമെന്ന് തോന്നിപ്പോകും. അപ്പോൾ പറഞ്ഞു വന്നത്, അനേകം പേര് തിരഞ്ഞാലും വളരെ കുറച്ച് പേരാണ് ആ സത്യം അനുഭവിച്ച് അവരായി മാറുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഈ ജന്മത്തില് ആ സത്യം തേടി ഒരു യാത്ര തുടങ്ങി വെക്കാം, ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ട് വെക്കാം. എന്നിട്ട് ആ സത്യം എന്താണെന്ന് അക്കാഡമിക് ലെവലിൽ അറിഞ്ഞ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ആത്മീയമായി അറിയാനുള്ള ഒരു ശ്രമം നടത്തി പോകാം. ഇനി ആഴത്തിൽ ഭഗവാനോട് ഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അനുഭവമാവുകയും ചെയ്യും, സംശയമൊന്നുമില്ല. അപ്പോ അങ്ങനെ ഈ സത്യം അറിഞ്ഞാൽ, വിദ്യാമാർഗത്തിലൂടെ സഞ്ചരിച്ച് ഈ സത്യം അറിഞ്ഞ ഒരുവനെ അവനെ പറ്റി എന്താ തോന്നുക? ഒന്നുകൂടി ചോദിക്കാം. വിദ്യാമാർഗമാണ് സത്യമെന്നറിഞ്ഞ് അമൃതത്വം എനിക്ക് വേണമെന്ന് കരുതി ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഏകദേശം അനുഭവത്തോട് അടുത്ത് എത്തുന്ന ഒരുവൻ, ആ സത്യം അറിഞ്ഞറിഞ്ഞ് വന്ന ഒരുവന് തന്നെ പറ്റി എന്താ തോന്നുക? എന്തായിരിക്കും തോന്നുക? അതെ. അല്ലെങ്കിൽ ആള് നിങ്ങളൊക്കെ എന്ത് പൊട്ടന്മാരാണെന്നാണോ തോന്നണത്? അല്ല. അറിവ് കൂടുന്തോറും ആത്മീയമായ അറിവിലേക്ക് നമ്മൾ ഉണരും തോറും നമുക്ക് വരുന്നൊരു ബോധം, ഞാൻ ആരുമല്ല. ഇത്രയും നാള് ഞാൻ വിചാരിച്ചു ഞാൻ ആരൊക്കെയോ ആണെന്ന് വിചാരിച്ചു, എന്നിലൂടെയാണ് ഈ എല്ലാവരും ജീവിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഞാൻ അറിവിലേക്ക് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇവിടെ ആരുമല്ല എന്ന് എനിക്ക് മനസ്സിലായി. നീയല്ലാതെ മറ്റൊന്നില്ല, ഞാനില്ല, ഞാൻ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോ അതുകൊണ്ടാണ് പറയണത്, വിദ്യാമാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ പതിച്ചു പോകുന്നവർ വെളിച്ചം വന്ന് തുടങ്ങുമ്പോൾ തന്നെ സിദ്ധിവിശേഷങ്ങളോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അണിമാതി ഐശ്വര്യങ്ങളൊക്കെ വന്നു തുടങ്ങുമ്പോൾ ഞാൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് അതിൽ പതിച്ചു പോകുന്നവർക്ക് ഒരിക്കലും പിന്നെ കരകയറാൻ പറ്റില്ല എന്ന് നേരത്തെയുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് എടുത്തു പറഞ്ഞത്. നല്ല അറിവിലും നല്ല ബോധത്തിലും വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ജീവിക്കണമെന്ന് കളിയാക്കുകയല്ല വേണ്ടേ. അറിവില്ലാത്തവരോട് അനുകമ്പയോടുകൂടിയാണ് നമ്മൾ പെരുമാറേണ്ടത്. എത്ര സ്വത്തൊക്കെ ഉണ്ടായിട്ട് അഹങ്കരിച്ച് ആർഭാടമായിട്ടൊക്കെ ജീവിക്കണവരെ കാണുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ പ്രാർത്ഥനയും ജപവും അല്ലെങ്കിൽ സാത്വികമായൊക്കെ ജീവിക്കണവരെ കാണുമ്പോൾ അവർക്കൊരു പുച്ഛം തോന്നും. പക്ഷേ നമ്മൾ അറിയേണ്ടത് അത് എന്താ പറയാ, നമ്മളവിടെ എഴുത്തച്ഛൻ പറഞ്ഞ പോലെ ആവോ നമുക്ക് തിരിയൊന്നും അത് മനസ്സിലാകുന്നില്ല, എനിക്ക് എൻ്റെ വഴി തിരിഞ്ഞു പോരുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് വിദ്യയിൽ രമിച്ചാൽ കൊടിയ ഇരുട്ടിൽ പതിക്കും, സംശയമൊന്നുമില്ല. വിദ്യയുടെ വഴിയെ സഞ്ചരിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞത്. നല്ല ശ്രദ്ധ വേണം. അതിൽ നിന്ന് പതിച്ചു പോയാൽ ഇരുട്ടിൽ തന്നെ പ്രവേശിക്കും. ഇനി ഈ സത്യം, ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ? വിമാനം കണ്ടുപിടിച്ച പോലെ അല്ലെങ്കിൽ TV കണ്ടുപിടിച്ച പോലെ ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ ഈ സത്യം? അല്ലല്ലോ. പിന്നെ ഈ സത്യം എങ്ങനെയാണ് ഉപനിഷത്ത് ഋഷി എഴുതി വെച്ചത്? അനുഭവശാലികളിലൂടെ കൈമാറ്റം ചെയ്ത് കിട്ടിയ അറിവാണ്. ഈ അറിവ് ആരും കണ്ടുപിടിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അനുഭവശാലികളിലൂടെ കൈമാറ്റം ചെയ്ത് കിട്ടിയ അറിവാണ്. അവർ പറയുന്നു, പണ്ടുള്ള ഋഷിമാരിൽ നിന്നും നമ്മൾ ഇത് കേട്ടിട്ടുണ്ട്. കാരണം എന്താന്ന് ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് പറയട്ടെ. അനുഭവിച്ചവന് ആ വാക്ക് അത് അനുഭവം പറയാൻ പറ്റില്ലാത്തൊരു പറച്ചിലിനും അപ്പുറത്തുള്ളതാണല്ലോ അനുഭവം. അപ്പോ അതുകൊണ്ട് ഈ ശ്രീനാരായണ
ഗുരുദേവൻ എന്ന ഋഷീശ്വരൻ ഈ അനുഭവത്തെ പറയാനായിട്ട് ഇറങ്ങി വന്നതുകൊണ്ട് നമ്മൾ കേട്ടത്. പറയാതെ അതിൽ തന്നെ ആ സ്വരൂപത്തിലേക്ക് വിലീനനായിരുന്നെങ്കിൽ, ബ്രഹ്മനിർലീനനായിരുന്നെങ്കിൽ ഇത് പറയാൻ വരില്ലായിരുന്നു അല്ലെ? അപ്പൊ ഇത് പറയണമെങ്കിലും ഒരു കൃപാലുത്വം വേണ്ടേ? അതാണ് പറയുന്നത്. അവര് പണ്ടുള്ള ഋഷിമാരിൽ നിന്നും ഇത് കേട്ടിട്ടുണ്ട്. ആ അനുഭവത്തെ ഒന്ന് പകർത്തി വെച്ചു, ഒന്ന് അവിടുത്തെ മൊഴികളിലൂടെ ഒന്ന് പുറത്തു വന്നപ്പോൾ അത് ശിഷ്യഗണങ്ങള് കൃതാർത്ഥരായ ഭാഗ്യശാലികളായ സൂര്യസുഹൃതികളായ ശിഷ്യഗണങ്ങൾ അതൊന്നും വിടാതെ പകർത്തി വെച്ച് നമുക്ക് തന്നുകൊണ്ടാണ്, ആ കൃപാലുത്വം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ ഇരുന്ന് ഇതൊക്കെ വിചാരം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എപ്പോഴും അവരെ കൂടി നന്ദിയോടെ ഓർക്കണം അല്ലെ? ആ ജ്ഞാനമാം നദിയിൽ മുക്കിയെടുക്കാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴും നിരവധിയായ കൃതികൾ തന്നപ്പോൾ അതെല്ലാം പകർത്തിയെടുത്ത ശിഷ്യഗണങ്ങളെയും കൂടി നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ കരുണയോടെ ഓർക്കണം. നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള ഋഷികട അതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഓർക്കണം. അങ്ങനെ ഒന്നും കളഞ്ഞില്ല. കളഞ്ഞത് തന്നെ, പകർത്തി വെച്ചത് തന്നെ, പ്രസിദ്ധീകരിച്ചത് എടുത്തുന്ന എല്ലാം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു കൃതിയാക്കി തന്നത് ആലോചിച്ച് നോക്കൂ. അതിനെ വിഭജനം ചെയ്തൊരു കൃതിയാക്കി തന്നതിൻ്റെയൊക്കെ പിന്നിൽ എത്രയോ കൃപാലുത്വം ഉണ്ട്, ഒന്നും നഷ്ടപ്പെടുത്താതെ. അപ്പൊ അതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമുക്ക് അനുഗ്രഹമായി മുന്നോട്ട് കിട്ടുന്നത്. അപ്പൊ പറയാണ്, ഒന്നാമത്തെ വരി പറയാണ്, വിദ്യാം ച അവിദ്യാം ച എസ്തദ്വേദോഭയം സഹ. വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ. യഹ വിദ്യാം ച അവിദ്യാം ച ഉഭയം സഹ വേദ. അങ്ങനെ പഠിച്ചോളണം. യഹ ആരാണോ, വിദ്യാം ച അവിദ്യാം ച വിദ്യയെയും അവിദ്യയെയും, തദ് ഉഭയം സഹ വേദ രണ്ടിനെയും ഒരുമിച്ചറിയുന്നത്. വിദ്യാവിദ്യകളെ രണ്ടും ഒരുമിച്ച് മനസ്സിലാക്കിയവര്. അപ്പോ വിദ്യ എന്താ നമ്മൾ പറഞ്ഞു, പരമമായ അറിവിലേക്കുള്ള വഴിയാണ് വിദ്യ. അവിദ്യ നശ്വരമായതിനെ തിരഞ്ഞു ജീവിച്ചു പോകുന്നതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത്. അപ്പൊ വിദ്യ എന്താണ്? പരമമായതിനെ തിരയുന്നത്. അപ്പൊ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോ നമ്മൾ നോക്കുമ്പോ എല്ലാം ഉണ്ടായതെല്ലാം നശിച്ചു പോകുന്നുണ്ട്. നമ്മൾ കുറച്ചു നാള് കണ്ടിരുന്ന ഗ്രാമം പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവിടെ എത്രയോ ഉള്ളതൊന്നും കണ്ടിട്ടില്ല, പുതിയതൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഒന്നും ശാശ്വതമല്ല. ഉണ്ടായത് നിലനിൽക്കുന്നു, പിന്നെ പരിണമിക്കുന്നു, നശിക്കുന്നു. അപ്പോൾ ഈ നശ്വരമായതിനെ കാണുമ്പോഴാണ് നമ്മൾ ഇതിനൊക്കെ ആധാരമായിരിക്കുന്ന സത്യം എന്താണ്, എന്തുകൊണ്ടാണ് ഇതിങ്ങനെ നശിക്കുന്നത്? അപ്പൊ നാശമില്ലാത്തൊരു സത്യത്തിന്റെ അടിത്തറയിലല്ലേ ഇതൊക്കെ ഉണ്ടായി നിലനിന്ന് മറയുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സത്യം അറിയാൻ തോന്നുക, സത്യത്തിലേക്ക് സഞ്ചരിക്കാൻ തോന്നുക. ഇവിടെ പറയാണ്, അവിദ്യ നശ്വരമായതിനെ അറിയുന്ന മാർഗമാണ് അവിദ്യാമാർഗം. ഇവ രണ്ടും അറിവുകളാണ്. വിദ്യാമാർഗവും അവിദ്യാമാർഗവും അറിവുകൾ തന്നെയാണ് കേട്ടോ. രണ്ടും അറിവാണ്. രണ്ടും ഏകമായ സത്യത്തിന്റെ രണ്ട് ഭാവങ്ങളാണ്. അവിദ്യ സത്യത്തിന്റെ ഭാവം അല്ല എന്ന് പറയരുത്. ഒരേ സത്യത്തിൽ ഉണ്ടാകുന്ന രണ്ട് ഭാവമുഖങ്ങളാണ് വിദ്യയും അവിദ്യയും. അപ്പോ ഇങ്ങനെ രണ്ട് ഭാവങ്ങളായി മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മായ കൊണ്ടാണ്. അതിനൊരു പേര് പറയാണ്, മായയാലാണ്. വിദ്യ അവിദ്യ ഇങ്ങനെ രണ്ട് ഭാവങ്ങളായി മാറാൻ കാരണമെന്ത് എന്ന് ചോദിച്ചാൽ മായയാലാണ്. അപ്പോ അതാണ് പറഞ്ഞത്, രണ്ട് വഴികൾ നമുക്കുണ്ട് എന്ന് പറഞ്ഞത്. രണ്ടും വഴികൾ തന്നെയാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈശാവാസ്യ ഉപനിഷത്തിലെ 6-ാം മന്ത്രം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഒന്നും ഇവിടെ തള്ളിക്കളയാൻ പാടില്ല. രണ്ടും ഈശ്വരനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. യസ്തു സർവാണി ഭൂതാനി ആത്മന്യേവാനുപശ്യതി. യാതൊരുവനാണോ സർവാണി ഭൂതാനി, യഹാത്തു യാതൊരുവനാണോ സർവാണി ഭൂതാനി എല്ലാ ജീവജാലങ്ങളെയും ആത്മന്യേവാനുപശ്യതി ആത്മാവിൽ കാണുന്നത്, സമസ്തത്തിനും കാരണമായ ആത്മാവിനെ അറിയുന്നത്. സർവഭൂതേഷു ചാത്മാനം എല്ലാ ജീവജാലങ്ങളിലും ജീവനായി തുടിക്കുന്ന ആത്മാവിനെ അറിയുന്നതും സമസ്തയ്ക്കും കാരണമായ ആത്മാവിനെ അറിയുന്നതും അവന് പിന്നെ ആരെയാണ് വെറുക്കാൻ സാധിക്കുക? എല്ലാം ഈശ്വരനാണെങ്കിൽ
ഈശ്വര ഭിന്നമായ ഒന്നുമില്ലെങ്കിൽ അവന് പിന്നെ ആരെയാണ് വെറുക്കാൻ സാധിക്കുക എന്ന് ആദ്യം പറഞ്ഞ മന്ത്രം ഓർമ്മ വേണം. അപ്പൊ അവിദ്യാശക്തിയും നമുക്ക് വേണം. കാരണം അതിലൂടെയേ നമുക്ക് വിദ്യാശക്തിയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭൃഗുവിന് തപസ് ചെയ്യാനായിട്ട് പിതാവ്, ശ്വേതാശ്വതര ഉപനിഷത്താണോ ഭൃഗു തപസ് ചെയ്യുന്നത്? ഭൃഗുവിന് തപസ് ചെയ്യാൻ ബ്രഹ്മത്തെ കണ്ടുപിടിച്ചോളാനാ പറയണത്. നീ തപസ് ചെയ്ത് കണ്ടുപിടിച്ചോ, ബ്രഹ്മത്തിന്റെ സ്വരൂപം ഇന്നതാണ്. ഈ കാണുന്ന സമസ്ത ചരാചരങ്ങളും യാതൊന്നിൽ നിന്നുണ്ടായി യാതൊന്നിൽ നിലനിന്ന് യാതൊന്നിലേക്ക് മറയുന്നുവോ അതാണ് ബ്രഹ്മം. അതിനെ നീ കണ്ടെത്തിക്കോളൂ. ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചപ്പോ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ഉത്തരം അതാണ്. അപ്പൊ കുട്ടി ആദ്യം കണ്ടത് പ്രപഞ്ചത്തെയാണ്. ഈ പ്രപഞ്ചത്തെ അറിഞ്ഞപ്പോഴാണ് അതാണ് ബ്രഹ്മം എന്നാണ് ആദ്യം എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പൊ ഇവിടെ അതാണ് പറഞ്ഞത്, രണ്ടും അറിയണം. അവിദ്യയിലൂടെ അവിദ്യയെ അറിയുമ്പോൾ അത് ശാശ്വതമല്ലെന്ന് അറിയുമ്പോഴാണ് അതിനപ്പുറത്തുള്ള സത്യത്തെ തിരയുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞത്, രണ്ടും വഴികളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആരാണോ സമസ്ത ഭൂതജാലങ്ങളെയും ആത്മാവിൽ കാണുന്നത്, സമസ്ത ഭൂതജാലങ്ങളിലും ആത്മാവിനെയും കാണുന്നത്, അവന് ആരെയും നിന്ദിക്കാനാവില്ല എന്ന് ഈശാവാസ്യ ഉപനിഷത്ത് നേരിട്ട് പറഞ്ഞു. അതായത് വിദ്യാശക്തി തന്റെ വിശേഷ ശക്തി കൊണ്ട് എന്ത് ചെയ്യും? ബ്രഹ്മസ്വരൂപത്തിലേക്ക് നമ്മളെ നയിക്കും. നമ്മളിൽ വിദ്യാശക്തി ഉള്ളതുകൊണ്ട് നമുക്ക് ഈശാവാസ്യ ഉപനിഷത്ത് പഠിക്കാൻ തോന്നിയേ. അല്ലെങ്കിൽ ഈശാവാസ്യ ഉപനിഷത്ത് ഇത്ര ടഫാണ്, ഇതൊന്നും പഠിക്കണ്ട, വേറെ എന്തെങ്കിലും എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, അല്ലേ? അപ്പൊ നമ്മൾ വിദ്യാശക്തി തെളിഞ്ഞു വരുന്നതിന്റെയും പ്രബലമാകുന്നതിന്റെയും ലക്ഷണമാണ് നമുക്ക് ഉപനിഷത്ത് പഠിക്കാൻ തോന്നുന്നത്. അപ്പോ ആ വിദ്യ തന്റെ വിശേഷ ശക്തി കൊണ്ട് എന്തു പറ്റും? സർവത്ര ബ്രഹ്മസ്വരൂപത്തെ കാണിച്ചു തരുന്നു. എല്ലാത്തിലുമുള്ള ചൈതന്യത്തെ അറിയാൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നു വിദ്യാശക്തി. അവിദ്യ എന്ത് ചെയ്യും? അവിദ്യാശക്തി തന്റെ വിശേഷ ശക്തി കൊണ്ട് വിവിധങ്ങളായ നാമരൂപങ്ങളെ നമ്മളെ കാണിച്ചിട്ട് അതിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കും. വല്ലാത്തൊരു അത്ഭുതമാണ് ഒരേ ഒരു ഈശ്വരനിൽ രണ്ട് ശക്തി വരിക. അതിൽ ഒരു ശക്തി കൊണ്ട് ഒരു ശക്തിയെ അറിഞ്ഞ് രണ്ട് ശക്തിയും ഉപേക്ഷിച്ച് പരമമായ സ്വരൂപത്തിൽ എത്തുക എന്നുള്ളതാണ് വഴി. അപ്പോ വിദ്യാശക്തി ഉള്ളവരിൽ പ്രബലമായവർ എപ്പോഴും ഈശ്വര ഭജനത്തിനും സാത്വികമായ കാര്യങ്ങൾക്കും സദ്ഗ്രന്ഥ പാരായണത്തിലും സംശയങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ തത്വവിചാരത്തിലിരിക്കും. പക്ഷേ അവിദ്യാശക്തി പ്രബലമായവര് അത്യാവശ്യമൊക്കെ ഇതൊക്കെ നോക്കും, പിന്നെ അവര് ലൗകികതയിലേക്ക് അങ്ങ് അഭിരമിച്ച് പിന്നെ പോകും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഓരോരുത്തർക്കും വിലയിരുത്താം നമ്മളിൽ ഏത് ശക്തിയാണ് പ്രബലതയുള്ളത്, വിദ്യയാണോ അവിദ്യയാണോ നമുക്ക് തന്നെ അറിയാൻ പറ്റും. എന്നിട്ട് അവിദ്യക്കാണ് പ്രബലത എങ്കിൽ നമ്മൾ വിദ്യാശക്തിയിലേക്ക് കൂടുതൽ നമ്മുടെ മനസ്സിനെ മനോമാലിന്യങ്ങൾ അകറ്റി അതിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു യാത്ര ഒരുക്കേണ്ടതുണ്ട്. രണ്ടും ദ്വൈതമണ്ഡലത്തിലാണ്, വിദ്യയും അവിദ്യയും. അതിൽ വിദ്യാശക്തി സത്യത്തോട് അടുപ്പിക്കുന്നതും അവിദ്യാശക്തി എന്ത് ചെയ്യും? അതിൽ നിന്ന് അകറ്റുന്നതുമാണ്. അതായത് വിദ്യ കാലിൽ കൊണ്ട മുള്ളാണെങ്കിൽ, അവിദ്യ കാലിൽ കൊണ്ട മുള്ളാണെങ്കിൽ വിദ്യ അത് എടുക്കാൻ ഉപയോഗിച്ച മുള്ളാണ്. ആ രണ്ട് മുള്ളും കളയണം. അത് ബാലകൃഷ്ണൻ സാറ് വ്യാഖ്യാനത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിദ്യ അവിദ്യ എങ്ങനെ നമുക്ക് കണ്ടെത്താം. ഒരു കൊട്ടാരം സങ്കല്പിക്കുക, അതിന് 20 പടികളുണ്ടെന്ന് സങ്കല്പിക്കുക. അവിടെ ഒരാൾ നടന്ന് 10ാമത്തെ പടിയിലെത്തി. 10ാമത്തെ പടിയിലെത്തിയപ്പോൾ ബാക്കിയുള്ള 10ാമത്തെ പടി നിൽക്കുകയാണ്. ഇനിയും കയറാനുണ്ട് മുകളിലോട്ട് 10 പടി. കാരണം 20 പടി കടന്ന പ്രാസാദത്തിലാണ്, കൊട്ടാരത്തിലാണ് സത്യം ഇരിക്കുന്നത്. അപ്പൊ അതിനെ തേടി യാത്രയാവുമ്പോൾ 10 പടി കടന്നു. 10ാമത്തെ പടി നിൽക്കുമ്പോൾ താഴോട്ടുള്ള 9 പടികളും അവിദ്യയാണ്. ഇനി കയറാനുള്ള ബാക്കി 10 പടികളും വിദ്യയാണ്. ഇനി 11ാമത്തെ പടിയിലേക്ക് കടന്നാലോ 10 പടിയും അവിദ്യ, 11 മുതൽ അങ്ങോട്ടുള്ളത് വിദ്യ. അപ്പൊ അങ്ങനെ ഓരോന്നും കടന്ന് 20ാമത്തെ പടിയിൽ എത്തുമ്പോൾ 20 പടിയും അവിദ്യയാണ്. അതാണ് ഓരോ വഴിയും നമ്മൾ കടന്നു പോകുമ്പോൾ അതൊക്കെ അവിദ്യയായിട്ട് മാറുവാണ്. അപ്പോൾ വിദ്യയും അവിദ്യയും രണ്ടും മാർഗങ്ങൾ തന്നെയാണ്.
ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ മാർഗത്തിന്റെ ആവശ്യമില്ല അവിടെ. രണ്ടും ഉപേക്ഷിക്കുക. അപ്പോൾ പിന്നെ ആ സ്വരൂപത്തിലേക്കുള്ള യാത്ര വഴി തെളിയിക്കുക. അതാണ് അതുപോലെ അതുകൊണ്ടാണ് അത് ആത്മോപദേശ ശതകത്തിലെ 72-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ക്രിയയൊരു കൂറിത വിദ്യ കേവലം ചിന്മയി മറുകൂറിതു വിദ്യയാലേ നിയതമതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞ് അദ്വയ ഭാവന അദ്വയ പരഭാവന എന്നുണ്ടോ? അദ്വയ പരഭാവന എന്നാണോ ജി? അത് അദ്വയ ഭാവന എന്നല്ലേ? അപ്പൊ അവിടെ ക്രിയ ഒരു കൂറ്. ഗുരു പറയാണ്, ഇപ്പൊ നിങ്ങളൊക്കെ ആത്മോപദേശ ശതകമൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോ എത്ര പഠിച്ചാലും നമുക്ക് ഓരോ പ്രാവശ്യം കേൾക്കും തോറും പിന്നെയും നമുക്ക് ഓരോ പ്രാവശ്യം വ്യാഖ്യാനിക്കും തോറും കൂടുതൽ ആഴത്തിൽ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ പോകും, അല്ലേ? നമുക്ക് സംശയമില്ല അത്. കാരണം അതൊരു അക്ഷയ ഖനിയാണ്. ആ അക്ഷയ ഖനിയിൽ നിന്ന് ചെറിയ എന്തെങ്കിലും മുത്തും പവിഴമൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. ഇനി എത്രയോ അതിലെടുക്കാൻ കിടക്കണോ? അതാണ് ഓരോ പ്രാവശ്യം വ്യാഖ്യാനിക്കുമ്പോഴും പുതുമ തന്നെ നമുക്ക് തോന്നും. പുതിയ ആശയങ്ങൾ നമ്മിലൂടെ നമുക്ക് കേൾക്കാനും സാധിക്കും. അപ്പൊ ഇവിടെ പറയാണ്, ക്രിയ ഒരു കൂറ്, അതായത് കർമ്മവാസന ഒരു വശത്ത്, ക്രിയ ഒരു കൂറ്, കർമ്മവാസന ഒരു വശത്ത്. ഇത് അവിദ്യ. ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഇത്തിരി സമയം പോലും ഒന്ന് ശാന്തമായി ഇരിക്കാനോ ഒന്ന് നാമം ജപിക്കാൻ പോലുമോ സമയം കണ്ടെത്താറില്ല. അത്ര സമയം കൂടി ആക്റ്റീവായിരിക്കുക എന്നുള്ളതാണ്. അത് കൂറാണ്, അവിദ്യയുടെ മാർഗമാണ്. അപ്പൊ പറയാണ്, ക്രിയ ഒരു കൂറ്, കർമ്മവാസന ഒരു വശത്ത്, അത് അവിദ്യയാണ്. കേവലം ചിന്മയി മറുകൂറിത്, ബോധസത്യത്തെ ആ ചിത്തിനെ വേർപെടുത്തി കാണിക്കുന്ന മറുവശം അതിനുണ്ട്, മറുകൂറുണ്ട്, മറ്റൊരു വശമുണ്ട്, അത് വിദ്യ. ക്രിയാത്മകമായ ഒരു വശം അവിദ്യയും ബോധസത്യത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ മറുവശം വിദ്യയുമാണ്. നിയതം അതിങ്ങനെ നിൽക്കിലും, ഈ രണ്ട് ശക്തികൾ ഉണ്ടെങ്കിലും കേവലം ചിന്മയി മറുകൂറിതു. ആ ശ്ലോകം ചൊല്ലിക്കേജി. ക്രിയയൊരു കൂറിത വിദ്യ കേവലം കേവലം ചിന്മയി മറുകൂറിതു വിദ്യ മായയാലേ നിയതമേ. രണ്ടായിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്. എങ്കിലും ആ രണ്ട് ഭാവങ്ങൾക്കും അപ്പുറമുള്ള അദ്വയ പരഭാവന, അവിടെ ഭാവന എന്ന് പറയുമ്പോൾ സത്യത്തിൽ എത്തിയിട്ടില്ല എന്നർത്ഥം. അദ്വയ പരഭാവന, ആ പരമസത്യത്തെ ഭാവന ചെയ്ത് നമുക്ക് അതിലൂടെ തുരീയമായ അനുഭവത്തിലേക്ക് എത്താൻ പറ്റും. രണ്ട് ശക്തി ഉണ്ടെങ്കിലും, മായ കൊണ്ട് രണ്ട് ശക്തി പിരിഞ്ഞു നിൽക്കുന്നു എങ്കിലും അദ്വയമായ സത്യത്തെ, വിദ്യാശക്തിയെ ഭാവന ചെയ്തിട്ട് നമുക്ക് തുരീയ അനുഭവത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഗുരു ഈ അനുഭവത്തെ എത്തിയ ഋഷീശ്വരനാണ്. തുരീയാനുഭവത്തെ എത്തിയ ഋഷിയാണ് ശ്രീനാരായണ ഗുരുദേവൻ. അതുകൊണ്ട് തന്നെയാണ് ഗുരു ഈ തുരീയ അനുഭവത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മളിത് വെറുതെ അക്കാഡമിക്കായിട്ട് പഠിക്കുകയാണ്. അപ്പോ ഇവിടെ പറയാണ്, അപ്പോ ഏതാ പറഞ്ഞ വിദ്യാംച അവിദ്യാംച എസ്തദ്വേദോഭയം സഹ, വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവരവിദ്യയാൽ എന്നുള്ളതാണ്. അടുത്ത ഭാഗം നോക്കൂ. അവിദ്യയാ മൃത്യും തീർത്തുവ വിദ്യയാ അമൃതമശ്നുതേ. അവിദ്യയാ മൃത്യും തീർത്തുവ വിദ്യയാ അമൃതമശ്നുതേ. അവിടെയാണ് നമുക്ക് ഇത്തിരി വിശദീകരിക്കേണ്ടത്. അതായത് അവിദ്യ കൊണ്ടുണ്ടായ ജനന മരണ ഭയത്തെ, അവിദ്യ കൊണ്ടാണ് നമുക്ക് ജനന മരണ ഭയം ഉണ്ടാകുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കണേ എന്തിനാന്ന് ചോദിച്ചാൽ മരണത്തെയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഒത്തിരി ഭയങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് എണ്ണി പറയാൻ ധാരാളമുണ്ട്. ഒറ്റപ്പെട്ടു പോകുമോ എന്ന് ഭയമുണ്ട്, സമ്പത്തില്ലാതെ വിഷമിക്കുമെന്ന് ഭയമുണ്ട്, രോഗം വന്ന് ആരുപോലും ഇല്ലാതെ നമ്മൾ വിഷമിക്കുമെന്ന് ഭയമുണ്ട്. ഇതെല്ലാം ഈ ശരീരത്തെ സംബന്ധിച്ചാണ് ഭയങ്ങൾ. പക്ഷെ ആത്മാവിനെ സംബന്ധിച്ച് ആർക്കും ഭയമില്ല, അതിനെക്കുറിച്ച് ചിന്ത പോലുമില്ല. വെറും ജഡമായ ശരീരത്തെ ചിന്തിച്ചുകൊണ്ട് എന്തെല്ലാമോ നമ്മൾ ഈ ലോകത്ത് നിന്ന്
ആലോചിച്ച് കൂട്ടി ദുഃഖിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയാണ് അവിദ്യ കൊണ്ടുണ്ടായ ജനന മരണ ഭയത്തെ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം നശ്വരമാണ്. നശ്വരമാണെന്ന് പറഞ്ഞാൽ ഉണ്ടായി നിലനിന്ന് മറയുന്നതാണ്. അതിനകത്ത് ജനന മരണങ്ങൾ ഇല്ല. ഒന്ന് മാറി മറ്റൊന്നായിട്ട് പരിണമിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ശൈശവം മാറി ബാല്യം വന്നു, ബാല്യം മാറി കൗമാരം വന്നു, കൗമാരം മാറി യൗവനം വന്നു, യൗവനം മാറി വാർദ്ധക്യം വന്നു, വാർദ്ധക്യം മാറിയിട്ട് അതുപോലൊരു പരിണാമമാണ് മരണം. പക്ഷെ മറ്റതൊക്കെ ശരീരത്തിന്റെ അസ്തിത്വം ഉള്ളത് കൊണ്ട് നമ്മൾ പരിണാമമാണെന്ന് അറിയണില്ല. ഇതങ്ങ് അവസാന സ്റ്റേജായിട്ട് ഇത് മാറിയിട്ട് മറ്റൊന്നായി പരിണമിക്കേണ്ടി വരിക്കുന്നു. അതിനെ നമ്മൾ മരണം എന്ന് വിളിച്ചു. തുടക്കത്തിന് നമ്മൾ ജന്മം എന്ന് വിളിച്ചു. ജന്മത്തിൽ നമ്മൾ സന്തോഷിച്ചു. മരണം നമ്മൾ പേരിട്ടിട്ട് അതിനെ നമ്മൾ ദുഃഖിച്ചു. അതാണ് ഗുരു പറഞ്ഞ മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം. ഇവിടെ ജനന മരണങ്ങൾക്ക് പേരെന്തിനാ കൊടുക്കുന്നതെന്നാണ്. ഒന്ന് മാറി മറ്റൊന്ന് ഉടയും ഇരിക്കും ഉദിക്കും, ഇതുടലിൻ സ്വഭാവമത്രേ. എന്തിവിടെ ഉണ്ടായിട്ടുണ്ടോ അത് ഉടയും, അത് ഇരിക്കും, പിന്നെ ഉടയും. അത് പരിണമിച്ചു പോവുകയാണ്. അപ്പോൾ ഈ സത്യത്തെ അറിയുമ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അവിദ്യയെ അറിയണം എന്ന് പറയണത്. ഈ പ്രപഞ്ചമായി വന്നിരിക്കുന്നത് എന്താണ് എന്നുള്ളതിന്റെ ഓരോന്നിന്റെയും സത്യം തിരയണം. സത്യം തിരയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഉണ്ടായതെല്ലാം പരിണമിച്ച് നശിച്ചു പോവുകയും ഉണ്ടാകാത്ത നശിക്കാത്ത ഒരു സത്യം നമ്മളിലുണ്ട് എന്നറിയണം. അതറിയുമ്പോൾ നമുക്ക് അവിദ്യ കൊണ്ടുണ്ടായ ജനന മരണ ഭയത്തെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അതാണ് പറഞ്ഞ അവിദ്യയാ മൃത്യും തീർത്തുക. ഈ പ്രപഞ്ചത്തെ അറിയണം അതിന്. അപ്പോ ആ പ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞു ജീവനായ ശരീരം, ആ ജീവൻ ഉൾക്കൊണ്ടിരിക്കുന്ന ഈ ശരീരത്തെയും നമ്മൾ അറിയും. അപ്പോൾ അതിന്റെ മരണത്തെക്കുറിച്ച് നമ്മൾ പേടിക്കില്ല. ശാശ്വതമായ സത്യത്തിലാണ് ഇത് നിലനിൽക്കുന്നതെന്നും ഇത് പരിണമിച്ച് അതിന്റെ പരിണാമഘട്ടങ്ങളിലൂടെ കടന്നു പോകും എന്നുള്ള സത്യം അറിഞ്ഞാൽ പിന്നെ നമ്മൾ മരണത്തെ ഭയപ്പെടില്ല. അതാണ് ഗുരു പറഞ്ഞത് അവിദ്യയാ മൃത്യും തീർത്തുക. അവിദ്യ കൊണ്ട് സത്യം അറിഞ്ഞ് ജനന മരണങ്ങൾക്ക് അതീതമായ സത്യത്തെ അറിയുമ്പോൾ മരണഭയം ഉണ്ടാവില്ല. ഗുരു പറഞ്ഞല്ലോ ജനിസമയം സ്ഥിതിയില്ല. എന്തിനാണെന്നറിയോ ആ ശ്ലോകങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നത്? ഈ ശരീരത്തെ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുന്നു, ഇത് പോകുന്നത് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നു. ഭയം വേണ്ട എന്ന് പറയാനാണ്. സന്തോഷമായി ജീവിക്കണം, അതിനു വേണ്ടിയിട്ടാണ്. ഇതിനെ ഓർത്ത് ദുഃഖിച്ചു പോകരുത് ഈ ജന്മം. അതുകൊണ്ടാണ് പറഞ്ഞത് ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണനതിൽ ഇരിപ്പത് എപ്രകാരം, ഹനനവും ഇങ്ങനെ തന്നെയാകയാലേ. ഗുരു പറയുന്നില്ലേ, അതായത് ജനിച്ച സമയത്ത് പോലും സ്ഥിതിയില്ല, തൊട്ടടുത്ത നിമിഷം അത് ചലിച്ച് പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുക. നമ്മളൊരു കറി ഉണ്ടാക്കി പുറത്തു വെച്ചാൽ വെറുതെ ഒന്ന് നോക്കി, ഒരു കറി ഉണ്ടാക്കി പുറത്തു വെച്ചു നമ്മൾ, അത് നേരത്തോട് നേരെ എത്തി കഴിയുമ്പോൾ ഓരോ നിമിഷവും അതിൽ മാറ്റങ്ങൾ പരിണമിച്ചുകൊണ്ടിരിക്കുക, മാറ്റം വരിക. അത് ഒരിത്തിരി അതിന്റെ സമയം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അത് ചീത്തയായി കഴിഞ്ഞു. പിന്നെ അത് എന്താ പറയാ, നാശത്തിലേക്ക് അത് പോയി കഴിഞ്ഞു. അതുപോലെ പരിണാമം നമ്മുടെ ശരീരത്തിലും അനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല. അതാണ്. അതുകൊണ്ടാണ് ഗുരു പറയുന്നത് ഇതൊക്കെ അറിയുമ്പോൾ നമുക്ക് മരണഭയത്തെ ഇല്ലാതെയാകും. ഈ ശരീരം പോകുന്നത് അത് മരണമാണെന്ന് കരുതി നമ്മൾ ദുഃഖിക്കില്ല. ഒരു പരിണാമം മാത്രമാണ്. ഇവിടെ മരണം ഇല്ല, പരിണാമം മാത്രമാണ്. ഇതൊക്കെ നമ്മൾ ഒത്തിരി പഠിപ്പിക്കണം നമ്മുടെ മനസ്സിനെ. എന്നാൽ മാത്രമേ നമുക്ക് ഭയമില്ലാണ്ടാവുള്ളൂ. വെറുതെ അക്കാഡമിക് ലെവലിൽ വായിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ വെറുതെ നോക്കിക്കേ, നമ്മൾ കുറേ വർഷം കഴിഞ്ഞ് ഒരുമിച്ച് പഠിച്ചിരുന്ന ആളുകളെയൊക്കെ കാണാൻ വേണ്ടി നമ്മളൊന്ന് പോകുമ്പോൾ നമ്മളും ആ അവസ്ഥ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാറി നിന്ന് മറ്റുള്ളവരെ നോക്കുമ്പോൾ എത്രയോ മാറ്റം വന്നിട്ടുണ്ട്. എത്രയോ മാറ്റം. ചിലപ്പോൾ നടക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല, പല്ലുകൾ പോയിട്ടുണ്ടാവും, മുഖം ചുളിഞ്ഞിട്ടുണ്ടാവും, സംസാരിക്കുമ്പോൾ ക്ലിയർ ഉണ്ടാവില്ല, ചെവി കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല, അല്ലേ? അപ്പൊ എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വന്ന മാറ്റങ്ങൾ പോലും ഉൾക്കൊള്ളാതെ നമ്മൾ പിന്നെയും ജീവിതത്തെ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അത്രത്തിൽ പോലെ ഈ ശരീരത്തെ കുറിച്ചൊന്നും അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയണത്
അവിദ്യയാ മൃത്യും തീർത്തുക. അവിദ്യ കൊണ്ട് മരണത്തെ കടക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. മൃത്യുവെ തരണം ചെയ്യുക എന്നുള്ള അർത്ഥം. അതായത് അമൃതത്വം ആർന്നിടുക എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയിൽ എത്തുക എന്ന് പറഞ്ഞാലും മൃത്യുവെ തരണം ചെയ്യണം എന്ന് പറഞ്ഞാലും ഓരോ അർത്ഥമാണ്. ഈ പ്രപഞ്ചത്തില് ഉണ്ടായി നിലനിന്നും മറയുന്ന വസ്തുക്കളാണ് എല്ലാം എന്നും മരണവും ജനനവും ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ മൃത്യുവിനെ തരണം ചെയ്തു. ആ അനുഭവം അമൃതത്വമാർന്നിടലാണ്. രണ്ടും ഒന്നാ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. രണ്ടും ഒന്ന് തന്നെയാ. രണ്ട് സന്ദർഭങ്ങളിൽ പറയുന്നതേ ഉള്ളൂ. മൃത്യുവെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാലും അമൃതത്വം അറിഞ്ഞിടുക എന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ്. രണ്ടും ഒന്നാണ്. ജന്മമരണങ്ങൾ ഇവിടെ ഇല്ല, പരിണാമം മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ തന്നെ നമ്മുടെ ഭയം പോവും. ശരീരത്തെ അധികം ഇഷ്ടപ്പെടാതെ ഈ ശരീരത്തെ ചൈതന്യവത്താക്കി വെക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ കൂടുതൽ അതിലാനന്ദിക്കാൻ ശ്രമിക്കണം. അതൊക്കെ നമുക്ക് ട്രെയിനിങ് ആണ്. ഈ ലോക ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട സ്ഥൈര്യം അതൊക്കെയാണ്. പക്ഷെ നമ്മളിപ്പോ തോന്നും രണ്ടും വിപരീത അർത്ഥമുള്ളതല്ലേ ഗുരു, ഇത് അമൃതത്വം അറിഞ്ഞിടുക എന്ന് പറഞ്ഞാലും പിന്നെ മൃത്യുവെ തരണം ചെയ്യണമെന്ന് പറഞ്ഞാലും രണ്ടും ഒരർത്ഥമല്ലല്ലോ, രണ്ടും വിപരീത അർത്ഥമുള്ളതല്ലേ എന്ന് നമുക്ക് ഒരു തോന്നൽ വരും അല്ലെ. മരണത്തെ തരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത വേണ്ടാത്ത ഒന്നാണ്. അതിനെ ഒഴിവാക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ്. അമൃതത്വം അറിഞ്ഞിടുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് ആണ്. പക്ഷെ രണ്ടും ഒന്നാന്ന് പറയുമ്പോൾ അത് സൂക്ഷ്മതലത്തിൽ ചിന്തിക്കുമ്പോൾ മരണമില്ലാതെ വന്നാൽ അത് ജനന മരണങ്ങൾ ഇല്ലാത്ത അനുഭവം ഒരുവനിലേക്ക് വരുമ്പോൾ അവൻ അമൃതത്വത്തിൽ എത്തിയിരിക്കുന്നു. എനിക്കിപ്പോ നാളെ ഞാൻ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞാൻ ആനന്ദത്തോടു കൂടി ഇരിക്കണം കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. ദുഃഖമില്ലാതെ ശരീരത്തെ അധികം അറ്റാച്ച്മെന്റ് വരാതെ ശരീരത്തെ ചൈതന്യവത്തമാക്കി വെക്കുന്ന സ്വരൂപത്തിനെ അറിയാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് ജീവിച്ചു പോവുക നമ്മൾ. അപ്പോഴും നമുക്കിവിടെ ഏറ്റവും ശാശ്വതമായ സുഖത്തോടുകൂടി ഇരിക്കാനായിട്ട് സാധിക്കും. ഭയം ഉണ്ടാവില്ല. അപ്പോ അതായത് നമുക്ക് കൈവരേണ്ടത് അമൃതത്വമാണ്. നാം ചെയ്യേണ്ടത് മരണത്തെ അതിജീവിക്കണം അല്ലെ. അതെങ്ങനെയാണ് മരണത്തെ നമ്മൾ തരണം ചെയ്യേണ്ടത്? മൃത്യുവിനെ നമ്മൾ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? അമൃതത്വം ആർജിക്കണമെങ്കിൽ മൃത്യുവിനെ തരണം ചെയ്യണം. എങ്ങനെ തരണം ചെയ്യണം? അതിന് നമ്മൾ ചെയ്യേണ്ടത് ജ്ഞാനമുള്ളവനാകണം. ജ്ഞാനമുള്ളവനാകണമെങ്കിൽ ഞാൻ ആദ്യം എന്തറിയണം? ഞാൻ അവിദ്യ കണ്ടറിയണം. അപ്പൊ പറയണം ഞാൻ ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഏതിലാ? നമ്മൾ പ്രപഞ്ചം ഏതിലാ? അവിദ്യയല്ലേ. നമ്മളിരിക്കുന്ന ശരീരം എന്തിലാ? അവിദ്യയിലല്ലേ. അതുകൊണ്ടാണ് നമുക്ക് മരണം സത്യമായി തോന്നുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഇരിക്കുന്നത് അവിദ്യയിലാണെന്നും അതുകൊണ്ടാണ് എനിക്ക് മരണം സത്യമായി തോന്നുന്നതെന്നും അയാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾ സ്വാഭാവികമായി മരണത്തെ തരണം ചെയ്തു കഴിഞ്ഞു. ഒന്നോർത്താ മതി, ഞാൻ ഇരിക്കുന്നത് ഈ ശരീരം ജഡമയമായ ശരീരത്തിലാണ്. അത് ചലിച്ചു പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അതിൽ മാറ്റമില്ലാത്തൊരു സത്യമുണ്ട്. ഞാൻ ജീവിക്കുന്ന ഈ പ്രപഞ്ചവും അനുനിമിഷം ഉണ്ടായി മാറുന്നതാണ് അല്ലെ. ആ പ്രപഞ്ചത്തിനെയും ചൈതന്യവത്താക്കി വെക്കുന്ന ഒരു സത്യമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈറ്റ് കറക്റ്റ് വഴിയിലാണ് സഞ്ചരിക്കുന്നത് നമ്മള്. അപ്പൊ പിന്നെ നമുക്ക് ഈ മേൽപ്പറഞ്ഞ ഭയമൊന്നും നമുക്ക് ഉണ്ടാവില്ല. ജന്മമരണങ്ങൾ ഇല്ലാത്തതാണെന്നും അതുള്ളതായി തോന്നിയത് അവിദ്യ മുഖാന്തരമാണെന്നും അയാൾ കണ്ടെത്തി കഴിഞ്ഞാൽ അമൃതത്വമായി. എങ്ങനെയാണ്? ജന്മമരണങ്ങൾ ഇല്ലാത്തതാണെന്നും. അപ്പൊ നമ്മളിവിടെ ജനിക്കുന്നതും കാണുന്നുണ്ട്, മരിക്കുന്നതും കാണുന്നില്ലേ? എന്താ അങ്ങനെ ചോദിക്കാത്ത? ജന്മമുണ്ട്, മരണവും കാണുന്നുണ്ട്. നമ്മളെ ഉള്ളൊരുങ്ങി ഓരോരുത്തർ കരയണതും ഒക്കെ കാണുന്നുണ്ട്. അതൊക്കെ എന്തുമാത്ര നിമിഷ നേരം പരിണാമമാണ്. നിമിഷ നേരം കൊണ്ടാണ് ആ ശരീരം മണ്ണായി മാറുന്നത്. ഇപ്പൊ ഇന്ന് ഈ സമയത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച ഒരാള് ചിലപ്പോൾ മണിക്കൂറുകൾക്കുള്ളിലായിരിക്കും മണ്ണായി മാറുന്നത്. നമ്മൾ എന്തേ ആ സത്യം മനസ്സിലാക്കാത്തത്? ഇതൊക്കെ എന്തിനാ ഇങ്ങനെ ഇരുന്ന് മരണത്തെ കുറിച്ച് പറയണത്? എന്തിനാ ശരീരത്തിന്റെ ജഡാവസ്ഥയെ കുറിച്ച് പറയണേന്ന് ചോദിച്ചാൽ അത്
നമ്മളെ ഏറ്റവും കൂടുതൽ ഈ ലോകത്തിട്ട് ഭയപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് ഈ ശരീരം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന്റെ നശ്വരതയെ നമ്മൾ നന്നായി പഠിക്കണമെന്ന് ഉപനിഷത്തൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോ അമൃതത്വം പ്രാപിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, എങ്ങനെ നമുക്ക് അമൃതത്വം പ്രാപിക്കാം എന്ന് ചോദിച്ചാൽ, ജനന മരണങ്ങളില്ലാത്ത സത്യത്തെ അറിയുന്നത് വഴി നമുക്ക് അമൃതത്വത്തിൽ എത്താൻ പറ്റും. എൻ്റെ ശരീരത്തിനാണ് ജനനവും മരണവും ഒക്കെ, എൻ്റെ സ്വരൂപത്തിന് ജനനവും മരണവും ഇല്ല. ആ സ്വരൂപത്തെ എനിക്ക് എത്തണം എന്നറിയുന്നതാണ് അമൃതത്വാവസ്ഥ. അപ്പോൾ അവിദ്യയെ അറിഞ്ഞ് മരണത്തെ ഒഴിവാക്കുക എന്നും വിദ്യയെ ആശ്രയിച്ച് അമൃതത്വം പ്രാപിക്കുക എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത് ഒന്ന് തന്നെയാണ്. ഒന്നുകൂടി നോക്കിക്കേ, അവിദ്യയെ അറിഞ്ഞ് മരണത്തെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാലും വിദ്യയെ അറിഞ്ഞ് അമൃതത്വം പ്രാപിക്കണം എന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ്. ആ ഒറ്റ അർത്ഥം രണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ അർത്ഥം എന്താന്ന് വെച്ചാൽ അത് അനുഭവമാണ്. പരമാത്മപ്രാപ്തി അനുഭവമാണ്. ആ അനുഭവം ഋഷി പറഞ്ഞു തന്നിട്ടില്ല. ആ അനുഭവം നമ്മൾ ഉൾക്കണ്ണുകൊണ്ട് കണ്ട് അതിനെ അനുഭവിക്കണം. അവിദ്യയെ തരണം ചെയ്ത് വിദ്യയാൽ അമൃതാർന്നിടും. ആ ഏകതയെ നമുക്ക് എത്താൻ സാധിക്കും. ആ ഏകതയെ നമ്മൾ സ്വയം അനുഭവിക്കേണ്ടതാണ്. അത് നമ്മൾ സ്വയം ഓരോരുത്തരും സഞ്ചരിക്കേണ്ടതാണ് ആ വഴിയിലൂടെ എന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ വിദ്യയാ അമൃതമശ്നുതേ എന്ന് പറഞ്ഞാൽ വിദ്യയാൽ അമൃതാർന്നിടുന്നർത്ഥം. വിദ്യ കൊണ്ട് നമ്മൾ അമൃതത്വത്തെ പ്രാപിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ഗുരുവിന്റെ ദർശനമാണോ? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക. അത് കഴിഞ്ഞ ദിവസം പ്രബുദ്ധരാവുക, വിദ്യ കൊണ്ട് സ്വതന്ത്രരാവുക എന്ന ഗുരു ഏത് കോണ്ടെക്സ്റ്റില് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളത് എവിടെയെങ്കിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അത് നമുക്ക് അതിനെ കുറിച്ച് കാരണം പക്ഷെ എനിക്കൊരു ഒന്ന് പറയാനുള്ളത്, ആ റൈറ്റപ്പിനെ കുറിച്ച് പറയാനുള്ളത്, ഗുരു സംഘടനയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നില്ലേ? ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ അഷ്ടലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ ഗുരു സംഘടനയെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ? പിന്നെ തിരുക്കുറൾ തർജ്ജമ ചെയ്തപ്പോൾ ഗുരു പറഞ്ഞിട്ടുണ്ട്, സത്യമാം അറിവാർന്നുള്ള ശുദ്ധരൂപന്റെ സത്പദം തൊഴായിൽ വിദ്യ കൊണ്ട് എന്തിനുളവാകും പ്രയോജനം. തുളസിയരൻജി അത് കണ്ടായിരുന്നോ? ആ ഗ്രൂപ്പിലിട്ടത്. സത്യത്തിന്റെ വഴിയിലേക്ക് നമ്മൾ ആയിട്ടുണ്ടെങ്കിൽ ആ യാത്ര തുടരണം. ഒരിക്കലും അതിൽ നിന്ന് പതിച്ചു പോകരുത്. എന്തെല്ലാം ജീവിത പ്രശ്നങ്ങൾ വന്നാലും, എന്തെല്ലാം ശാരീരികമായ ആരോഗ്യ ബലക്കുറവ് വന്നാലും ഈ സത്യത്തെ കൈവിട്ട് കളയരുത്. അതിൽ നിന്ന് പതിച്ചു പോകരുത്. ഇനി എനിക്ക് പോകാനൊരിടമില്ല, അത് ആ സത്യമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എത്തുന്നത് വരെ നമ്മളുടെ യാത്ര നിർബാധം നമ്മൾ തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തെ നന്നായി അറിഞ്ഞ് ജനന മരണങ്ങൾക്ക് അതീതമായ സത്യത്തെ അറിഞ്ഞ് ആ വിദ്യാശക്തിയെ ആശ്രയിച്ച് ശാശ്വതമായ അമൃതത്വത്തെ പ്രാപിക്കണം. അതിനുള്ള യാത്ര സുഗമമാകട്ടെ. അതിന് ഈ വരികൾ നമുക്ക്, ഈ മന്ത്രാക്ഷരങ്ങൾ നമുക്ക് ശക്തി തരട്ടെ. ഋഷീശ്വരന്മാരുടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. മഹാഗുരുവിന്റെ കാരുണ്യം നമ്മളെ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ഇതിന്റെ ക്ലാസ്സിൽ നിന്ന് ഇവിടെ സമാപിക്കാം.